അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്, നമ്മൾ തകർക്കാൻ പോവുകയാണ്. റെഡി? ബാഗൊക്കെ താഴെ വയ്ക്കൂ. പേപ്പറൊക്കെ പ്ലീസ് എല്ലാവരും കോപ്പറേറ്റ് ചെയ്യും. ബാഗ് താഴെ വെച്ചോളൂ. ബാഗൊക്കെ താഴെ വെച്ച് എല്ലാവരും ഒന്ന് ഉഷാറാവുക. നിങ്ങൾ ആരാണെന്നുള്ളത് ഇപ്പം ഞാനും നിങ്ങളൊക്കെ ഫ്രണ്ട്സാണ് അല്ലേ? ഫ്രണ്ട്സാണ്, നമ്മളെല്ലാവരും ഫ്രണ്ട്സാണ്. അപ്പോൾ നമ്മളൊരു ആ ഫ്രണ്ട്സിൻ്റെ രൂപത്തിലിരുന്ന് കാണുക, കേൾക്കുക, ആസ്വദിക്കുക. എല്ലാവരും കൈ ചൂടാക്കൂ. എല്ലാവരും എൻജോയ് ചെയ്യണം. എല്ലാവരും ആരും മനസ്സ് വേറെ വയ്ക്കരുത്. എല്ലാവരും ഇൻവോൾവ് ചെയ്യണം. എല്ലാവരും കൈ ചൂടാക്കും. എല്ലാവരും ഇപ്പോഴും ചിലരൊക്കെ ഒരു പകുതി മനസ്സോടുകൂടി ഇരിക്കുന്നവരുണ്ട്. അതുപോലെ എല്ലാവരും ഒരേ മനസ്സുള്ളവർ. നമ്മളെല്ലാവരും ഒന്നാവണ്ടേ? വേണ്ടയോ? ഹേ മുരളി ശ്രീധര രാധേ കൃഷ്ണ രാധേശ്യാം. ആ വരിയൊന്ന് ആദ്യം തലയിൽ കയറട്ടെ. ഹേ മുരളി ശ്രീധര രാധേ കൃഷ്ണ രാധേശ്യാം. ഹേ ശബ്ദം വരുന്നില്ല അങ്ങോട്ട്. ഹേ മുരളി ശ്രീധര രാധേ കൃഷ്ണ രാധേശ്യാം. കേശവ മാധവ യാദവ നന്ദന രാധേ കൃഷ്ണ രാധേശ്യാം. കേശവ മാധവ യാദവ നന്ദന രാധേ കൃഷ്ണ രാധേശ്യാം. ലൈൻ തലയിൽ കയറിയല്ലോ? ഓക്കെ, ശരി, റെഡി. കൈ എല്ലാവരും ഒന്ന് ഉഷാറായി ചൂടാക്കും. ഹേ മുരളി ശ്രീധര രാധേ കൃഷ്ണ രാധേശ്യാം. പുറകിൽ ശബ്ദം. ഹേ മുരളി ശ്രീധര രാധേ കൃഷ്ണ രാധേശ്യാം. കൈ നല്ലവണ്ണം അടിക്കണം. ഈ കൈ അടിക്കുന്ന സമയത്തുണ്ടല്ലോ, ഇതൊക്കെ കേൾക്കൂ, ഇതെല്ലാവരും സയൻസാണ്. ഈ കൈയുടെ ഈ ഭാഗങ്ങളിൽ അമർത്തുമ്പം നിങ്ങൾക്ക് പ്രഷർ വരുമ്പോണ്ടല്ലോ, ഈ ഭാഗത്ത് പ്രഷർ കൊടുത്താൽ ഈ ജന്മം നിങ്ങൾക്ക് തലവേദന വരില്ലേ? അത്ര പവർഫുള്ളാണ് നമ്മുടെ കൈ. ഓരോ ഭാഗത്തും പ്രഷർ കൊടുക്കുമ്പോൾ നമ്മുടെ ഹോൾ സിസ്റ്റത്തിന് വേണ്ടുന്ന എനർജി, നിങ്ങളുടെ ട്രില്യൺ സെൽസിനാണ് നിങ്ങൾ എനർജി ഫീഡ് ചെയ്യുന്നത്. കാരണം ഈ നെർവ്സുകളൊക്കെ നമ്മുടെ ഹോൾ ബോഡിയിലേക്ക് സ്പ്രെഡ് ചെയ്തിരിക്കാൻ. മനസ്സിലായില്ലേ? അത്രയും പവർഫുള്ളാണ്. അതുകൊണ്ടാണ് കൈ അടിക്കുമ്പോണ്ടല്ലോ നമുക്ക് പല അസുഖങ്ങളും വരില്ല. ബ്രെയിൻ സിസ്റ്റം കൂടുതൽ ന്യൂറോൺസൊക്കെ ആക്റ്റീവായി. അങ്ങനെ നിങ്ങളുടെ ബ്രെയിൻ സിസ്റ്റം പവർഫുൾ ആകുമ്പോൾ നിങ്ങൾ ഒരിക്കൽ കേട്ട കാര്യം പിക്കപ്പ് ചെയ്യും. അതുകൊണ്ട് പവർഫുള്ളാണ് നിങ്ങൾ. അതുകൊണ്ടാണ് നേരത്തെ ആ വരികളൊക്കെ പെട്ടെന്ന് നിങ്ങൾ പിടിച്ചത്. അതുകൊണ്ട് ഈ പാട്ട് എല്ലാവരും കൈയടിച്ച് നല്ലവണ്ണം. ഹേ മുരളി ശ്രീധര രാധേ കൃഷ്ണ രാധേശ്യാം. ശബ്ദം. കേശവ മാധവ യാദവ നന്ദന രാധേ കൃഷ്ണ രാധേശ്യാം. 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 നന്ദന രാധേശ്യാം നവനിത ചോര രാധേശ്യാം. നന്ദന രാധേശ്യാം നവനിത ചോര രാധേശ്യാം. കേശവ മാധവ യാദവ നന്ദന രാധേ കൃഷ്ണ രാധേശ്യാം. കേശവ മാധവ യാദവ നന്ദന രാധേ കൃഷ്ണ രാധേശ്യാം. 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 കേശവ മാധവ യാദവ നന്ദന രാധേ കൃഷ്ണ രാധേശ്യാം. കേശവ മാധവ യാദവ നന്ദന രാധേ കൃഷ്ണ രാധേശ്യാം. കേശവ മാധവ യാദവ നന്ദന രാധേ കൃഷ്ണ രാധേശ്യാം.
കേശവ മാധവ യാദവ നന്ദന രാധേ കൃഷ്ണ രാധേശ്യാം, 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 കേശവ മാധവ യാദവ നന്ദന 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 രാധേ കൃഷ്ണ രാധേശ്യാം, 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 കേശവ മാധവ യാദവ നന്ദന 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 രാധേ കൃഷ്ണ രാധേശ്യാം. ചൊല്ലു. കേശവ മാധവ യാദവ നന്ദന രാധേ കൃഷ്ണ രാധേശ്യാം. ഇതിനെല്ലാവരും നിവർന്നിരിക്കുക. കണ്ണടച്ച് ചൂണ്ടുവരലും തള്ളവരലൊക്കെ ചേർത്ത് ഹൂങ്കാരം ചൊല്ലിക്കൊണ്ട് നമുക്ക് നിർത്താം. ഞാൻ ആദ്യം ചൊല്ലും. അത്രയും ലോങ് ആയിട്ട് എത്ര പേർക്ക് ചൊല്ലാൻ പറ്റും നോക്കണേ. അല്ല, നിവർന്നിരിക്കണം. നട്ടല് നിവർന്നിരിക്കണം. ഈ നട്ടലിലാണ് നമ്മുടെ സ്ട്രെങ്ത് ഇരിക്കുന്നത്. അതുകൊണ്ട് നട്ടലിൽ കഴിയുന്നത്ര ചാരി ഇരിക്കരുത്, പുറകോട്ട് ചാരി ഇരിക്കരുത്. കാല് രണ്ടും ചേർത്ത് വയ്ക്കുക. കാല് പരസ്പരം തുടരുത്, എന്നാൽ ചേർത്ത് വയ്ക്കുക. നിവർന്നിരിക്കുക. മാക്സിമം നിങ്ങൾ നിങ്ങളുടെ അരക്കെട്ട് നിവർന്നിരിക്കുക. ഷോൾഡർ ലൂസാക്കുക. അരക്കെട്ട് നിവർന്നിരിക്കുക. അരക്കെട്ട് എല്ലാവരും, കുറേ പേര് അരക്കെട്ട് ഇപ്പോഴും ലൂസാക്കി വെച്ചിരിക്കുക. അരക്കെട്ട് ലൂസാക്കും തോറും നമ്മുടെ റിബ്സ് എല്ലാം അതിൻ്റെ പൊസിഷൻ മാറി മാറി. അതാണ് കുറേ പേര് പ്രായോഗിക കണ്ടില്ല പെയിൻ അടിച്ച് നടക്കുന്നത്. ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ, നെക്ക് പെയിൻ, അങ്ങനെ. അതൊക്കെ എന്തുകൊണ്ടാണ്? ഇരിപ്പ് ശരിയല്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ നട്ടലിലിരുന്നവർ നോക്കൂ, ഒരു പ്രശ്നവും വരും. നിങ്ങളുടെ ബ്രെയിനിലേക്ക് ഒരുപാട് സർക്കുലേഷൻ വരും. നിങ്ങൾ കുറച്ച് സമയം പഠിച്ചാൽ മതി. ഈ ബ്രെയിനിലേക്കുള്ള സർക്കുലേഷൻ ശരിയല്ലാത്തതുകൊണ്ടാണ് ചിലർക്ക് കുറേ നേരം ഇരുന്ന് പഠിക്കേണ്ടി വരുന്നത്. അപ്പം ആ ഇരിപ്പ് വളരെ പ്രധാനമാണ്. എല്ലാവരും കണ്ണടച്ച് ശ്വാസം എടുക്കുക. ആദ്യം ഞാൻ ചൊല്ലും, എന്നിട്ട് നിങ്ങൾ ചൊല്ലാം. ഓ ചൊല്ലു. ശ്വാസം എടുക്കണം. നല്ലവണ്ണം ശ്വാസം എടുക്കണം. നമ്മൾ നീട്ടി ചൊല്ലുമ്പോഴല്ലോ നമ്മുടെ കോൺസെൻട്രേഷൻ ഹൈ പവർഫുള്ളായി മാറും. കോൺസെൻട്രേഷൻ കൂടുന്തോറും നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കേട്ടാൽ പിന്നെ നിങ്ങൾ മറക്കില്ല. അത്ര ഷാർപ്പായിരിക്കും കോൺസെൻട്രേഷൻ. ഇപ്പോൾ ഒരുമിച്ച് ചൊല്ലാം. ശ്വാസം എടുക്കണം, എന്നാലേ നീട്ടി ചൊല്ലാൻ പറ്റുള്ളൂ. അപ്പോഴത്രയും കോൺസെൻട്രേഷനാണ്. നീട്ടി ചൊല്ലുന്നവരുടെ കോൺസെൻട്രേഷൻ പവർ വളരെ കൂടുതലായിരിക്കും. ഓ ശ്വാസം എടുക്കണം, നല്ലവണ്ണം എടുക്കണം. ഒരുമിച്ച് ഓ ഓം പൂർണ്ണമത് പൂർണ്ണമിതം പൂർണ്ണാത്
പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. കൈത്തിരുമ്മി കണ്ണ് തുടച്ച് അവിടെ ഗുരുക്കന്മാരെയും അച്ഛനമ്മമാരെയൊക്കെ മനസ്സുകൊണ്ട് വന്ദിച്ചുകൊണ്ട് വേണം കണ്ണ് തുറക്കാൻ. അപ്പം നമുക്ക് ഇവിടെ ഉപസംഹരിപ്പിക്കാം.